കോഴിക്കോട് ജില്ലയിൽ ഇത്തവണ കടുത്ത പോരാട്ടമാണ് നടക്കുന്നത്. 13-ൽ 11 സീറ്റും കയ്യിലുള്ള LDF ഇക്കുറി മുഴുവൻ സീറ്റും പിടിക്കുമെന്ന ആത്മവിശ്വാസത്തിലാണ്. കാൽ നൂറ്റാണ്ടിന് ശേഷം ഇത്തവണ കോഴിക്കോട് വിജയക്കൊടി പാറുമെന്നാണ് കോൺഗ്രസ് നേതാക്കളുടെ അവകാശവാദം. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കോർപ്പറേഷനിൽ ലഭിച്ച വലിയ മുന്നേറ്റമാണ് BJPയുടെ ആത്മവിശ്വാസം. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോഴിക്കോടിന് ചായ്വ് ഇടത്തേക്കാണ്. ആ ചുവപ്പ് കോട്ട തകർക്കാനുള്ള ആയ ശ്രമത്തിലാണ് ഇത്തവണ UDF. അക്കൗണ്ട് തുറക്കാൻ NDAയും സജ്ജം. കാൽ നൂറ്റാണ്ടായി കോഴിക്കോട് നിന്ന് ഒരു MLA പോലുമില്ലാത്ത കോൺഗ്രസിന് നിലനിൽപ്പിന്റെ പോരാട്ടമാണ് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ്. കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ വടകരയിൽ RMPക്ക് കിട്ടിയ സീറ്റും കൊടുവള്ളിയിൽ മുസ്ലിം ലീഗിന് ലഭിച്ച സീറ്റുമാണ് UDFനും കോൺഗ്രസിനും ആകെയുണ്ടായ ആശ്വാസം. എന്നാൽ ഇത്തവണ സ്ഥിതി മാറുമെന്നാണ് കോൺഗ്രസിന്റെ വിശ്വാസം. തദ്ദേശ തിരഞ്ഞെടുപ്പിൽ 13 നിയമസഭാ മണ്ഡലങ്ങളിൽ 9 UDFനൊപ്പം നിന്നതും ജില്ലാ പഞ്ചായത്ത് ഭരണം നേടിയതുമാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള കോൺഗ്രസിന്റെ ഊർജം. ഇത്തവണ കോഴിക്കോട് ജില്ലയിൽ MLA അല്ല, കോൺഗ്രസിന് MLA ഉണ്ടാവും. ഞാൻ ഉറപ്പിച്ചു പറയുന്നു, ഈ മന്ദിരത്താണ് ഞാൻ പറയുന്നത്, ഇത്തവണ വിസ്മയകരമായ വിജയമായിരിക്കും. ഞങ്ങളുടെ ലക്ഷ്യം 13-ൽ 13, 13 ഔട്ട് ഓഫ് 13, 13 ഞങ്ങൾ ജയിക്കും. തദ്ദേശ തിരഞ്ഞെടുപ്പ് ഫലം ഒരിക്കലും നിയമസഭാ തിരഞ്ഞെടുപ്പിനെ ബാധിക്കില്ല എന്നാണ് ഇടതുമുന്നണിയുടെ വാദം. 11 സിറ്റിംഗ് സീറ്റുള്ള LDF ഇത്തവണ 13 പിടിച്ചെടുക്കുമെന്ന വാശിയിലാണ്. CPIMന്റെ സംഘടനാ ശേഷിയാണ് LDFന്റെ കരുത്ത്. LDF ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയങ്ങൾ ഞങ്ങളുടെ ഭരണ നേട്ടങ്ങൾ തന്നെയാണ്. ജനങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ജനാധിപത്യത്തിനകത്ത് ഇത്ര കണ്ട് കാര്യങ്ങൾ ഒരു സർക്കാരിന് ചെയ്യാൻ കഴിയുമോ എന്ന് ജനങ്ങൾ അത്ഭുതത്തോടെ കാണുന്ന ഭരണ നേട്ടങ്ങൾ തന്നെയാണ് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ ഉയർത്തി കാണിക്കുന്നത്. തദ്ദേശ തിരഞ്ഞെടുപ്പിൽ കോർപ്പറേഷനിൽ 13 സീറ്റ് കിട്ടിയതിന്റെ ആവേശത്തിലാണ് BJP നിയമസഭാ തിരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. കോഴിക്കോട്ടെ മോദി സർക്കാരിന്റെ വികസന പദ്ധതികൾ ചൂണ്ടിക്കാട്ടിയാണ് BJP വോട്ട് വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുന്നത്. ഈ ബേപ്പൂരിൽ നിന്ന് എന്തെങ്കിലും ഒരു വികസനം നിങ്ങൾക്ക് നിറഞ്ഞ കണ്ണോടുകൂടി കാണാൻ സാധിക്കുമെങ്കിൽ അത് ഫറൂഖിൽ പോയാൽ ആ റെയിൽവേ സ്റ്റേഷനാണ്. ആ റെയിൽവേ സ്റ്റേഷൻ ഇന്ന് മാറിയിരിക്കുന്നു. ഇതല്ലേ വികസനം? ഇങ്ങനെ ജനപ്രതിനിധികൾ ഉണ്ടായിട്ട് സാധിക്കാത്തത്. ഞങ്ങൾക്ക് ജനപ്രതിനിധികളില്ല. എന്നിട്ട് നരേന്ദ്രമോദി അമൃത് ഭാരത് പദ്ധതിയിലൂടെ 35 റെയിൽവേ സ്റ്റേഷൻ വികസിച്ചതിൽ ഒന്നവിടെയാണ്. ബാക്കിയെല്ലാം പ്രഖ്യാപനങ്ങളിൽ ഒതുങ്ങുകയാണ്. ക്യാമറാമാൻ മുനീഫ് തിരൂരിനൊപ്പം വർഷ ഗിരീഷ്, 24 കോഴിക്കോട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.